ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് പൈനാപ്പിൾ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് കടക്കാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു ബൗളും അരിപ്പ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് പുതുതായിട്ടൊന്ന് ഓൺലൈനിൽ വാങ്ങിയ ഒരു അരിപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല നൈസായിട്ട് തന്നെ നമുക്ക് സ്മൂത്തായിട്ട് ഇത് അരിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഇതിൽ ഞാനിവിടെ കുറേ ഷോപ്പുകളിലൊക്കെ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയില്ല. ലാസ്റ്റ് ഞാനിത് ഓൺലൈനിൽ തന്നെ വാങ്ങിയതാണ്. അപ്പോൾ സംഭവം സൂപ്പർ ആട്ടോ ഈ സാധനം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം നല്ല സ്മൂത്തായിട്ട് താഴോട്ട് മൈദ വരുന്നുണ്ട്. ഇനി അപ്പോൾ ഇത് 3 പ്രാവശ്യം അരിക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. നമുക്ക് ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കിത് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ മൈദ നന്നായിട്ട് 3 പ്രാവശ്യം അരിച്ചെടുക്കുക. ഇനി ഞാനൊരു ബൗളിലോട്ട് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പം ഇതിലിട്ട് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ പഞ്ചസാര മുഴുവനും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂണ് വാനില എസൻസും അതുപോലെ തന്നെ 1 ടീസ്പൂണ് പൈനാപ്പിളിൻ്റെ എസൻസും ആണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ബീറ്റർ ഒന്ന് സ്ലോ ആക്കിയതിന് ശേഷം 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ കൂടുതൽ ബീറ്റ് ചെയ്യാൻ നിൽക്കണ്ട. നമുക്ക് ബീറ്റർ ഓഫ് ചെയ്തിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനൊരു 3-4 ബാച്ചായിട്ട് നമ്മളെ മൈദ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആട്ടോ. ഇത് ഞാനൊരു 8 ഇഞ്ചിൻ്റെ പാനിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം 180 ഡിഗ്രിയിൽ 30 മുതൽ 35 മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. സ്റ്റൗ ടോപ്പിലാണെങ്കിലും അരമണിക്കൂർ മുതൽ 45 മിനിറ്റ് വരെയൊക്കെ നമുക്ക് ഈ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വേണം. കേക്ക് ബേക്കായി വന്ന വീഡിയോ എടുക്കാനായിട്ട് ഞാൻ മറന്നു കേട്ടോ. അപ്പം ഞാനിവിടെ 2 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഐസിങ് തുടങ്ങാം. നമുക്ക് കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഷുഗർ സിറപ്പിന് പകരം പൈനാപ്പിളിൻ്റെ സിറപ്പാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഹോം മെയ്ഡായിട്ട് വീട്ടിലുണ്ടാക്കിയതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. പെട്ടെന്ന് കിട്ടിയൊരു ഓർഡർ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതാണ് കേട്ടോ. ഹോം മെയ്ഡ് പൈനാപ്പിൾ ക്രഷ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് ഷോപ്പിൽ ഒരു ബോട്ടിലായിട്ട് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഞാൻ സാധാരണയായിട്ട് ഇതുവരെ ഞാൻ ബോട്ടിൽ വാങ്ങിയിട്ടില്ല. ഞാൻ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കി കൊടുക്കുക തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ വീഡിയോസ് ഞാൻ അടുത്ത കേക്കിൻ്റെ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അങ്ങനെ ഞാനിതിൻ്റെ മുകളിൽ പൈനാപ്പിൾ ക്രഷും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ലെയറും വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. സെക്കൻഡ് ലെയറും നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ പൈനാപ്പിൾ സിറപ്പ് വെച്ചിട്ട്. എന്നിട്ട് ക്രീം തേച്ച് കൊടുക്കുക. അത് നന്നായിട്ട് ലെവൽ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും പൈനാപ്പിൾ ക്രഷ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാൻ 3ാമത്തെ ലെയർ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് കോട്ടിംഗ് ആയിട്ട് ചെറിയ ഒരു ക്രീം കൊടുത്തതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഒക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് ചെയ്യുമ്പോൾ നന്നായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പം എനിക്കിത് ഫ്രിഡ്ജിൽ വെക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അത് അതേപടി തന്നെ 2ാമത്തെ കോട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് കോട്ട് നന്നായിട്ട് കട്ടിയിൽ തന്നെ ക്രീം കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുക. സ്കാപ്പറൊക്കെ വെച്ചിട്ട് നന്നായിട്ട് കേക്ക് ഫിനിഷാക്കി എടുക്കുക. അതിനുശേഷം കേക്ക് ബോർഡിൻ്റെ സൈഡൊക്കെ നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. എന്നിട്ട് ഞാനിതിൻ്റെ താഴെയായിട്ട് ഒരു യെല്ലോ റിബൺ കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള കേക്ക് ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഭംഗിക്ക് ഇങ്ങനെ ഒരു റിബണ് കേക്കിൻ്റെ ചുറ്റിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്.
ഇനി ഞാൻ മുകളിൽ റോസറ്റ ഫ്ലവറാണ് വരക്കുന്നത്. നൂറിൻ്റെ N1 എന്നുള്ള ടിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ എന്നോട് കുറേ പേരൊക്കെ പേഴ്സണലി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് ടിപ്പെന്ന്. അപ്പോൾ നൂറിൻ്റെ N1 ആണ്. നൂറിൻ്റെയിലും ഉണ്ടാവും, വിൽട്ടണും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ വൈറ്റ് ക്രീമിലേക്ക് യെല്ലോ കളറാക്കിയിട്ട് ഞാൻ റോസറ്റ വരച്ചു കൊടുത്തിട്ടുണ്ട്. സെയിം ടിപ്പ് കൊണ്ട് തന്നെ ഞാൻ ചെറിയ ഫ്ലവർ ആക്കിയിട്ട് കേക്കിൻ്റെ സൈഡിലും ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫുള്ളായിട്ട് ഞാൻ കേക്ക് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പേരൊക്കെ എഴുതേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ എഴുതി കൊടുക്കാം കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ മുകളിൽ ഇടാനായിട്ട് ഞാൻ സിൽവർ കളർ ഷുഗർ ബോൾസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കേക്ക് ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ വലതുഭാഗത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.